ഹലോ മക്കളെ, ക്ലാസ് ഒന്ന് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം മുന്നേ തന്നെ തേർഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഇപ്പോഴാണ് അതിന് ടൈം കിട്ടിയത്. നിങ്ങൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടു കാണുമെന്നും മനസ്സിലായി കാണുമെന്നും കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. നമുക്കിന്ന് 3-ാമത്തെ പാർട്ടിലോട്ട് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഏതുവരെ ആയിരുന്നു? ഇറ്റാലിയൻ ഫാമിലീസും അവ ഉണ്ടായിരുന്ന സിറ്റീസിനെ പറ്റിയിട്ടും അല്ലേ? കുറച്ച് ഫാമിലീസും റെസ്പെക്റ്റീവ് സിറ്റീസും ആയിരുന്നു നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ദ ക്രൂസൈഡ്സ് എന്നാണ്. എന്താ ദ ക്രൂസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിശ് യുദ്ധങ്ങൾ അല്ലേ? ക്രൂസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുരിശ് യുദ്ധങ്ങൾ. ഓക്കെ, അപ്പോൾ ഇസ്ലാം മതവിശ്വാസികളും ക്രിസ്ത്യൻ മതവിശ്വാസികളും ജെറുസലേം എന്ന പ്രദേശത്തിന് വേണ്ടിയിട്ട് രണ്ട് മതക്കാരും പുണ്യഭൂമിയായിട്ട് കരുതപ്പെടുന്ന ഒരു പ്രദേശമാണ് ജെറുസലേം. ഈ പ്രദേശം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മതവിശ്വാസികളും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് എന്തെന്ന് പറയുന്നത് ദ ക്രൂസൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നടന്നത് 11-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിലായിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇതിന് നമ്മുടെ യൂറോപ്പിലെയും ഏഷ്യയിലെയും ആൾക്കാരുടെ ജീവിതത്തിൽ പൊളിറ്റിക്കൽ മേഖലയിലും സോഷ്യൽ മേഖലയിലും എക്കണോമിക് മേഖലയിലെടുത്താലും 3 മേഖലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മാറ്റം കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഏതെന്ന് പറയുന്നത് ദ ക്രൂസൈഡ്സ് എന്ന് പറയുന്നത്. ഇത്രയും ഓർക്കുക, രണ്ട് മതക്കാരും ഹോളി ലാൻഡായിട്ട് കരുതപ്പെടുന്ന ഒരു ലാൻഡാണ് ജെറുസലേം. ഈ ഒരു ലാൻഡിന് വേണ്ടിയിട്ട് ഇസ്ലാം മതക്കാരും ക്രിസ്ത്യാനിസും തമ്മിൽ നടത്തിയ യുദ്ധമാണ് ഏതെന്ന് പറയുന്നത് ക്രൂസൈഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് 11th സെഞ്ച്വറിക്കും 13th സെഞ്ച്വറിക്കും ഇടയിലായിട്ടാണ് ഇത് നടന്നത്. ഇത് ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഏതെല്ലാം മേഖലകളിൽ, പൊളിറ്റിക്കൽ മേഖലയിലായാലും സോഷ്യൽ മേഖലയിലായാലും എക്കണോമിക് മേഖലയിലായാലും ഏഷ്യയിലെയും യൂറോപ്യൻ ജനങ്ങളുടെ ഈ 3 മേഖലയിലും ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു? ഈ ക്രൂസൈഡ്സിന് കഴിഞ്ഞു. അപ്പോൾ ഈ മിഡീവൽ പീരീഡിൽ നടന്ന ഈ കുരിശ് യുദ്ധങ്ങൾ അഥവാ ദ ക്രൂസൈഡ്സ് ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിൻ്റെ കൈമാറ്റത്തിന് എന്ത് ചെയ്തു? വഴിതെളിച്ചു. മിഡീവൽ പീരീഡിൽ നടന്ന നമ്മുടെ ഭൂമിയിൽ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ഒരു സാംസ്കാരിക കൈമാറ്റത്തിന്, സംസ്കാരത്തിൻ്റെ കൈമാറ്റത്തിന് വഴിതെളിച്ചു. ഈസ്റ്റേൺ വേൾഡിലെ അല്ലെങ്കിൽ കിഴക്കൻ ലോകത്തിലെ ആൾക്കാരുടെ കൾച്ചർ, സംസ്കാരത്തിനെ പറ്റി, സിറ്റീസ്, നഗരങ്ങളെപ്പറ്റി ആൻഡ് ലൈവ്സ് ഓഫ് ദ പീപ്പിൾ. ഓക്കെ, ഇറ്റാലിയൻ സിറ്റീസ് ഈസ്റ്റേൺ വേൾഡിലെ ആൾക്കാരുടെ കൾച്ചറിനെ പറ്റിയും നഗരങ്ങളെ പറ്റിയും ജീവിത രീതികളെ പറ്റിയൊക്കെ എന്ത് ചെയ്തു? അറിവ് നേടി. ഈ ഒരു സംസ്കാരത്തിൻ്റെ കൈമാറ്റം വഴി ഇറ്റാലിയൻ നഗരങ്ങൾക്ക് കിഴക്കൻ രാജ്യങ്ങളുടെ ആൾക്കാരുടെ ജീവിത രീതികളൊക്കെ പറ്റി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇസ്ലാമിക് എംപയറും ബൈസാൻറ്റിയൻ എംപയർ അഥവാ ഈസ്റ്റേൺ റോമൻ എംപയർ. ഏതൊക്കെ എംപയറാണ്? ഇസ്ലാമിക് സാമ്രാജ്യവും ബൈസാൻറ്റിയൻ സാമ്രാജ്യം അഥവാ ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യവും തമ്മിൽ ഒരു ട്രേഡ് ലിങ്ക് ഉണ്ടായിരുന്നു. ഈ ട്രേഡ് ലിങ്കിൻ്റെ ഫലമായിട്ട് ഇറ്റാലിയൻ നഗരങ്ങളിലോട്ട് എന്ത് ചെയ്തു? ഒരുപാട് സ്വത്തൊഴുകി വന്നു. ഏതൊക്കെ സാമ്രാജ്യമാണ്? ഇസ്ലാമിക് എംപയറും ബൈസാൻറ്റിയൻ എംപയറും. അപ്പോൾ ഈ സാമ്രാജ്യങ്ങൾ തമ്മിൽ എന്തുണ്ടായിരുന്നു? ഒരു ട്രേഡ് ലിങ്ക്, ഒരു വ്യാപാര റൂട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫലമായിട്ടും ഇറ്റാലിയൻ നഗരങ്ങളിലോട്ട് എന്തുണ്ടായി? ഒരു സ്വത്തിൻ്റെ ഒഴുക്കുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ട് മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നടന്ന കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ട്രേഡിൻ്റെ മോണപ്പൊളി, അതായത് വ്യാപാര കുത്തക ആർക്ക് കിട്ടി? ഇറ്റാലിയൻ മെർച്ചൻസ് അഥവാ ഇറ്റലിയിലെ വ്യാപാരികൾക്ക് കിട്ടി. കാലക്രമേണ ഇറ്റാലിയൻ നഗരങ്ങളിലെ മെർച്ചൻസിന് അഥവാ വ്യാപാരികൾക്ക് കിഴക്കും പടിഞ്ഞാറും കേന്ദ്രീകൃതമായിട്ട് നടന്ന ആ ഒരു ട്രേഡിൻ്റെ മോണപ്പൊളി അഥവാ കുത്തക എന്ത് ചെയ്തു? കിട്ടി. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ക്രൂസൈഡ്സ് നടന്നു. 11-13 നൂറ്റാണ്ടുകളിൽ ആയിട്ട് ക്രൂസൈഡ്സ്, നമ്മുടെ കുരിശ് യുദ്ധങ്ങൾ നടന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ളൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് അഥവാ സാംസ്കാരിക കൈമാറ്റം നടന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഇറ്റലിയിലുള്ള സിറ്റീസിന് ഈസ്റ്റേൺ വേൾഡിലെ ആൾക്കാരുടെ ജീവിത രീതിയെ പറ്റിയിട്ടും അവിടുത്തെ നഗരങ്ങളെ പറ്റിയിട്ടും അവിടുത്തെ കൾച്ചറിനെ പറ്റിയിട്ടും ഒരു ഐഡിയ ലഭിച്ചു. ഇതും ഇറ്റാലിയൻ സിറ്റീസിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. പിന്നെ ഇസ്ലാമിക് എംപയറും ബൈസാൻറ്റിയൻ എംപയറും തമ്മിലൊരു ട്രേഡ് ലിങ്ക് ഉണ്ടായിരുന്നു. ഈ ട്രേഡ് ലിങ്കിൻ്റെ ഫലമായിട്ടും എന്ത് ചെയ്തു? ഇറ്റാലിയൻ നഗരങ്ങളിലോട്ട് ഒരുപാട് സ്വത്തെത്തി. കാലക്രമേണ
ഈസ്റ്റും വെസ്റ്റും കേന്ദ്രീകരിച്ച്, അതായത് നമ്മുടെ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് ഈസ്റ്റും വെസ്റ്റും തമ്മിൽ നടന്ന ആ ഒരു ട്രേഡിൻ്റെ മോണോപ്പൊളി മാർക്ക് തന്നെ കിട്ടി, ഇറ്റാലിയൻ മെർച്ചൻസിന് തന്നെ കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇറ്റാലിയൻ നഗരങ്ങൾ എന്ത് ചെയ്തു, നല്ല വെൽത്തി ആയിട്ട്, നല്ല സമ്പത്തൊക്കെ നേടി നല്ലൊരു വെൽത്തി രാജ്യമായിട്ട് വളർന്നു വരികയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു 14-ാം നൂറ്റാണ്ട്, അപ്പോഴാണ് 14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗമൊക്കെ ആയപ്പോഴത്തേക്കിനും ഇറ്റാലിയൻ നഗരങ്ങളെ മാരകമായിട്ട് എന്ത് ചെയ്തു, ഒരു പ്ലേഗ് എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ചു. എന്താ ബാധിച്ചത്? ബ്യൂബോണിക് പ്ലേഗ് എന്ത് ചെയ്തു, 14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യമായപ്പോഴത്തേക്കിനും ഇറ്റാലിയൻ നഗരങ്ങളെയൊക്കെ മാരകമായിട്ട് ബാധിച്ചു. ഈ ഒരു മാരക സംഭവം നമ്മൾ എന്തെന്നാണ് വിശേഷിപ്പിക്കുന്നത്? ബ്ലാക്ക് ഡെത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഈ ഒരു കറ്റാസ്ട്രോഫിക് ഇവൻറ്റിന് ബ്ലാക്ക് ഡെത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവനെയാണ് ഇതെന്ത് ചെയ്തത്, നഷ്ടപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ ഇറ്റാലിയൻ നഗരങ്ങൾ ഒന്ന് റിച്ചായി വരുന്നതല്ല, അവർ നല്ലപോലെ റിച്ചായി. ആ സമയത്താണ് ഇറ്റലിയിൽ എന്ത് ബാധിക്കുന്നത്? പ്ലാഗ് ബാധിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ ഇത് കാരണം നഷ്ടമായി. അങ്ങനെ അവിടെ ഒരു ലേബർ ഷോർട്ടേജ് ഉണ്ടായി. എന്തുണ്ടായി? ഒരു ലേബർ ഷോർട്ടേജ് ഉണ്ടായി. എന്താ വന്നത്? ബ്ലാക്ക് ഡെത്ത് വന്നു. എവിടെയാണ് കൂടുതലായിട്ട് ബാധിച്ചത്? ഇറ്റാലിയൻ സിറ്റീസിനായിരുന്നു. എപ്പോഴായിരുന്നു? ഒരു mid-14th സെഞ്ച്വറിയിലായിരുന്നു. അപ്പോൾ തൗസൻഡ്സ് ഓഫ് പീപ്പിൾസിൻ്റെ ജീവൻ ഇതെന്ത് ചെയ്തു, നഷ്ടപ്പെടുന്നതിന് കാരണമായി. ഇതിൻ്റെ ഫലമായിട്ടൊരു ലേബർ ഷോർട്ടേജ് ഉണ്ടായി. ലേബർ ഷോർട്ടേജ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ പ്രഭുക്കന്മാർക്കൊക്കെ വൻ നഷ്ടമാണ്. അങ്ങനെ ഇത് എന്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി? മിഡീവൽ ഫ്യൂഡലിസത്തിൻ്റെ കുറച്ചും കൂടി തകർച്ചയ്ക്ക് എന്തായി? കാരണമായി. ഓക്കെ, ഇറ്റാലിയൻ നഗരങ്ങളിൽ പിന്നെയും കുറച്ച് ഫ്യൂഡലിസമൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചും കൂടിയുള്ള തകർച്ചയ്ക്ക് എന്തായി? ഇത് കാരണമായി. ഓക്കെ, ഈ ഫ്യൂഡലിസം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിനെയായിരുന്നു. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിനെ ആശ്രയിച്ച് നിന്ന മിഡീവൽ കാലത്തുണ്ടായിരുന്ന ഫ്യൂഡലിസം തകരുന്നതിന് എന്ത് കാരണമായി? ഈ ഒരു ലേബർ ഷോർട്ടേജ് ഉണ്ടായത് കാരണമായി. കൂടാതെ ഇത് വേറൊരു ഒന്നിനും കൂടെ എന്തുണ്ടാക്കി? കാരണമുണ്ടാക്കി. എന്തിനാണ് കാരണമായത്? ഒരു മിനിറ്റ്. ലേബർ ഷോർട്ടേജ് ഉണ്ടായി, ഫ്യൂഡലിസം തകർന്നു. പക്ഷേ കൊമേഴ്സ്യൽ മിഡിൽ ക്ലാസിൻ്റെ ഉയർച്ചയ്ക്ക് ഇതെന്തുണ്ടായി? കാരണമായി. ഓക്കെ, കൊമേഴ്സ്യൽ മിഡിൽ ക്ലാസിൻ്റെ ഉയർച്ചയ്ക്ക് ഇത് കാരണമായി. കാരണം ഫ്യൂഡലിസം തകർന്നു. ഫ്യൂഡലിസം തകർന്നപ്പോൾ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കും തകർച്ചയാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ലേബർ ഷോർട്ടേജ് ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് പിന്നെ വരുമാനമുണ്ടോ? അവർ ഈ കൃഷി ചെയ്യുന്നതിൽ നിന്നുള്ള വരുമാനത്തിലല്ലേ അവർ പിടിച്ചു നിൽക്കുന്നത്. ഒരുപാട് സ്വത്തുണ്ട്, ഒരുപാട് ഭൂമിയുണ്ട്. ഒറ്റ ആളല്ല കൃഷി ചെയ്യുന്നത്. ഈ കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് അതിൻ്റെ ടാക്സ് വഴിയല്ലേ അവർ ജീവിക്കുന്നത്. കർഷകർക്ക് ഷോർട്ടേജ് ഉണ്ടായപ്പോൾ അവർക്ക് എന്തുണ്ടായി? നഷ്ടം ഉണ്ടായി. മറ്റ് മിഡിൽ ക്ലാസ് വളരാനുള്ള കാരണം അങ്ങനെയായിരുന്നു. അവർ വ്യാപാര മേഖലയെ കേന്ദ്രീകരിച്ച് നിന്നിട്ടുണ്ടായിരുന്നായിരുന്നു. സോ അങ്ങനെ മിഡിൽ ക്ലാസിൻ്റെ ഉയർച്ചയ്ക്ക് വീണ്ടും എന്തുണ്ടായി? അവിടെ ഒരു കാരണമായി. ഇനി ഈ പ്ലാഗിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നുണ്ടായിരുന്ന ട്രഡീഷണൽ മെഡിസിൻസിന് എന്ത് ചെയ്തില്ല? കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ആൻഷ്യൻ്റ് ഗ്രീസിലും റോമിലും നിലനിന്നിരുന്ന മെഡിക്കൽ സയൻസിനെ പറ്റി കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? പഠിക്കാൻ തുടങ്ങി. ഓക്കെ, അന്നുണ്ടായിരുന്ന പ്ലാഗിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രഡീഷണൽ മെഡിസിൻസിന് കഴിഞ്ഞില്ല. സോ ആൻഷ്യൻ്റ് ഗ്രീസിലെയും റോമിലെയും മെഡിക്കൽ സയൻസിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചു? അന്നുണ്ടായിരുന്ന ജനങ്ങൾ ശ്രമിച്ചു. അപ്പോൾ ഈ പ്ലാഗിൻ്റെ ഒരു ഭീകരാവസ്ഥ അല്ലെങ്കിൽ പ്ലാഗിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം മനുഷ്യൻ്റെ വെൽനെസ്സിനെ പറ്റിയിട്ടും മനുഷ്യൻ്റെ ഓൺ വെൽബീയിങ്ങിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അന്നവർക്ക് മനസ്സിലായല്ലേ, പ്ലാഗ് വന്നപ്പോഴത്തേക്കിനും അത് പണക്കാരനെ മാത്രം ബാധിച്ചു അല്ലെങ്കിൽ പാവപ്പെട്ടവനെ മാത്രം ബാധിച്ചു. അങ്ങനെയല്ല, കൊറോണ വന്നപ്പോഴും അങ്ങനെയല്ലായിരുന്നു. പ്ലാഗ് എങ്ങനെയായിരുന്നു? ഒരു ജനതയെ മൊത്തത്തിലാണ് അങ്ങ് ബാധിക്കുന്നത് അല്ലേ. സോ അപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം എന്താണ്? മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യർക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അന്ന് തൊട്ട് ആൾക്കാർ എന്തിനെയൊക്കെ പറ്റിയിട്ടാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? സീക്ക് വെൽനെസ്, മനുഷ്യൻ്റെ വെൽനെസ്സിനെ പറ്റിയിട്ടും മനുഷ്യൻ്റെ ഓൺ വെൽബീയിങ്ങിലും അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇതും ഹ്യൂമനിസത്തിൻ്റെ എമർജൻസിനെ വഴിതെളിച്ച ഒരു കാരണമാണ്. ഹ്യൂമനിസം ഒറ്റയടിക്ക് വളരുന്നൊരിതല്ല. കാരണം ഒത്തിരി നൂറ്റാണ്ടുകളായിട്ട് അവിടെ നിലനിന്നിരുന്നൊരു സമ്പ്രദായമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്.
അത് നമുക്ക് 1-2 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, തകർക്കാൻ കഴിയില്ല. ഇത് പതുക്കെ 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 മാത്രമേ നശിച്ച് വരുള്ളൂ. അതിൽ ഒരുപാട് സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാരണമായിട്ടുണ്ട്. അതിലൊരു സംഭവമാണ് ഏതെന്ന് പറയുന്നത്, പ്ലാഗിന് ശേഷം ഉണ്ടായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാഗ് വന്നപ്പോൾ അന്ന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, അന്ന് ഉണ്ടായിരുന്ന മെഡിസിൻസിന് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ആൻഷ്യൻ്റ് ഗ്രീസ് റോമിലോട്ടുള്ള മെഡിസിൻസിലോട്ടാണ് പോയത്. സോ മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യർക്ക് മാത്രമേ കഴിയൂ എന്നുള്ളൊരു ഐഡിയ അവർക്ക് എന്ത് ചെയ്യാൻ കിട്ടി. സോ അവർ അവരുടെ വെൽനെസ്സിനെ പറ്റിയിട്ടും അവരുടെ ഓൺ വെൽബീയിങ്ങിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോടാ പറയുന്നതൊക്കെ? എനിക്കിങ്ങനെ യൂട്യൂബിലൊന്നും ക്ലാസ് എടുത്ത് അധികം എക്സ്പീരിയൻസ് ഇല്ല, ഹോം ട്യൂഷൻ മാത്രമേ എടുത്ത് ശീലമുള്ളൂ. സോ കുട്ടികളിങ്ങനെ റെസ്പോണ്ട് ചെയ്ത് അതിന് മറുപടി പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സോ ഇതിൽ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കട്ടായി പോകുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. സോ അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഉണ്ടാകുന്നതിൽ സോറി കേട്ടോ. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. ഞാനിവിടെ ഇങ്ങനെ ട്യൂഷൻ എടുക്കാൻ നേരത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞിട്ടാണ് ഞാനിത് പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അങ്ങനെയുള്ളൊരു ഐഡിയയിലോട്ട് പോകുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ പ്ലാഗിൻ്റെ കറക്റ്റ് കാലഘട്ടം പറയുകയാണെങ്കിൽ അത് 1347 1351 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടമാണ്. 1347 1351 ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് യൂറോപ്പിനെ ബാധിച്ച ഒരു എപ്പിഡമിക്കാണ് ഇതെന്ന് പറയുന്നത്, ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബാധിച്ചവരുടെ ബോഡിയിൽ എന്ത് വരും, ബ്ലാക്ക് ബോയിൽസ്, കറുത്ത നിറത്തിലുള്ള പൊള്ളലുകൾ വരും. സോ അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ഡെത്ത് എന്ന് എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിച്ചത്. ഇതെങ്ങനെയാണ് യൂറോപ്പിൽ സ്പ്രെഡ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യാപാര കപ്പലുകളിലെ മർച്ചൻ്റ് ഷിപ്സ്, വ്യാപാര കപ്പലുകളിൽ നമ്മുടെ എലിയുടെ ചെള്ളിൽ നിന്ന് വന്നതാണ് കേട്ടോ ഈ ഒരു വൈറസ് എന്ന് പറയുന്നത്, പ്ലാഗിൻ്റെത്. ഓക്കെ, ഈ എപ്പിഡമിക് സ്പ്രെഡ് ആവാൻ കാരണം എന്ന് പറയുന്നത് റാറ്റ്സിൻ്റെ ഫ്ലീസിൽ നിന്നാണ്. മെർച്ചൻ്റ് ഷിപ്സിലാണ് ഇത് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇത് യൂറോപ്പിലാകമാനം സ്പ്രെഡ് ആയത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇറ്റലിയിൽ പ്ലാഗിനൊക്കെ ശേഷം അഗ്രികൾച്ചർ സെക്ടറിനെ ആശ്രയിച്ചിരുന്ന ഫ്യൂഡലിസം തകർന്നപ്പോഴത്തേക്കിനും ഒരു മിഡിൽ ക്ലാസ് അവിടെ ഉയർന്നു വന്നു. സോ ആ മിഡിൽ ക്ലാസ്സിൽ അത്യാവശ്യം പ്രോസ്പെറിറ്റി എന്താ, നല്ല സമ്പത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ. ദെൻ പൊളിറ്റിക്കൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ യൂണിറ്റി. അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് പ്രോസ്പെരിറ്റി, പൊളിറ്റിക്കൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ യൂണിറ്റി. സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ദെൻ സാമൂഹികമായിട്ടുള്ള ഐക്യം, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇത് ഈ നഗരങ്ങളിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ പൗരബോധത്തിനെയും ആത്മാഭിമാനത്തിനെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വളർത്തി. ഫോസ്റ്റേർഡ് മീൻസ് വളർത്തി എന്നുള്ളൊരു മീനിങ്ങാണ്. സിവിക് സെൻസ്, ഞാൻ ഇന്ത്യ രാജ്യത്തെ പൗരനാണ്, എൻ്റെ രാജ്യത്തിനോട് എനിക്ക് ഇന്ന കടമകളുണ്ട്. ദെൻ ആത്മാഭിമാനം, എൻ്റെ സെൽഫ് റെസ്പെക്റ്റിനൊക്കെ എന്ത് ചെയ്യാൻ സഹായിച്ചു, വളർത്താൻ സഹായിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പ്രാചീന റോമൻ എംപയറിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് എന്താ, നീതി നിയമ സംവിധാനങ്ങൾ ആൻഡ് ഗവേണൻസ്, ഭരണകൂടം, അതിൻ്റെയൊക്കെ ആശയങ്ങളും ഇറ്റലിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇതിനൊക്കെ പ്ലേഗിനൊക്കെ ശേഷം പ്രചരിക്കാൻ തുടങ്ങി. കാരണം അവിടെ പിന്നെ ഒരു മിഡിൽ ക്ലാസിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായിരുന്നത്. ദേ ആർ ഓൾസോ വെൽ എഡ്യൂക്കേറ്റഡ്. സോ അതുകൊണ്ട് തന്നെ ആൻഷ്യൻ്റ് റോമൻ എംപയറിൽ നിലനിന്നിരുന്ന ലോ ആൻഡ് ഓർഡറിൻ്റെയും ഗവേണൻസിൻ്റെയും ഒക്കെ ആശയങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇറ്റലിയിൽ മുഴുവനായിട്ടും നമ്മുടെ ത്രൂ ഔട്ട് ഇറ്റലിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രചരിക്കാൻ തുടങ്ങി. ഇനി അതുപോലെ തന്നെ ആൻഷ്യൻ്റ് റോമൻ ലോയിലും ലാറ്റിൻ ലാംഗ്വേജിലും, പുരാതന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ലാംഗ്വേജിലും പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഏത് മേഖലയിലോട്ട് വന്നു, കൊമേഴ്സ്യൽ മേഖലയിലോട്ട് വന്നു. ഓക്കെ, ആൻഷ്യൻ്റ് റോമൻ ലോയിലും ലാറ്റിൻ ലാംഗ്വേജിലും നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്ന വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ എന്ത് ചെയ്തു, കൊമേഴ്സ്യൽ മേഖലയിലോട്ട് വന്നു. അപ്പോൾ അവർ ഈ മേഖലയിൽ വന്നതിൻ്റെ ഫലമായിട്ട്, ഇത്രയും വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൊമേഴ്സ്യൽ മേഖലയിലോട്ട് വന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ക്ലാസിക്കൽ ലാംഗ്വേജസിലും ലിറ്ററേച്ചറിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ആൻറ്റിക്വിറ്റി എന്ന് പറയുമ്പോൾ എ വെരി ലോങ് ടൈം എഗോ ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിൽ തന്നെ ഏറ്റവും പൗരാണികമായിട്ടുള്ള എന്നുള്ളൊരു ആശയമാണ്. അപ്പോൾ പൗരാണികത, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലിറ്ററേച്ചർ, ക്ലാസിക്കൽ ലാംഗ്വേജ് അഥവാ പ്രാചീന ഭാഷ എന്നിവയിലെല്ലാം ഇവർക്ക് എന്ത് ചെയ്തു, താല്പര്യം ജനിച്ചു. അങ്ങനെ ഓരോ നഗരങ്ങളും ഉണ്ടാകാൻ തുടങ്ങി, ആർട്ടിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും കേന്ദ്രങ്ങളായിട്ട് മാറാൻ തുടങ്ങി.
അതിനുശേഷം റൂളേഴ്സ് രാജാക്കന്മാരുടെയും ക്ലർജി പുരോഹിതന്മാരുടെയും നേതൃത്വത്തിൽ ആൻഷ്യൻ്റ് റോമൻ എംപയറിലുണ്ടായിരുന്ന പെയിൻറ്റിങ്സിനെയും മാനുസ്ക്രിപ്റ്റ്സിനെയും ആർക്കിടെക്ചറൽ റിമെയിൻസ് പെയിൻറ്റിങ്സ് ചിത്രങ്ങളെയും മാനുസ്ക്രിപ്റ്റ്സ് കൈയെഴുത്തു പ്രതികളെയും ആർക്കിടെക്ചറൽ റിമെയിൻസ് കെട്ടിട അവശിഷ്ടങ്ങളെയൊക്കെ കണ്ടെടുത്ത് പ്രിസർവ് ചെയ്യാൻ തുടങ്ങി, സൂക്ഷിച്ചു വയ്ക്കാനൊക്കെ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മളവിടെ പറഞ്ഞു ഓൾറെഡി ഒരു മിഡിൽ ക്ലാസ് ഉയർന്നു വന്നു, അവിടെ പ്രോസ്പെരിറ്റി, പൊളിറ്റിക്കൽ ലിബർട്ടി, സോഷ്യൽ യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇത് അവരിൽ പൗരബോധവും അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ്, ആത്മാഭിമാനമൊക്കെ വളർത്തി. ആൻഷ്യൻ്റ് റോമൻ എംപയറിൽ നിലനിന്നിരുന്ന ലോ ആൻഡ് ഓർഡർ, ഗവേണൻസ് തുടങ്ങിയ ആശയങ്ങളൊക്കെ ഇറ്റലിയിൽ പ്രചരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആൻഷ്യൻ്റ് റോമൻ ലോയിലും ലാറ്റിൻ ലാംഗ്വേജിലും ഒക്കെ വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ കൊമേഴ്സ്യൽ മേഖലയിലേക്ക് വന്നു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ക്ലാസിക്കൽ ലാംഗ്വേജസിലും ലിറ്ററേച്ചറിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ആൻറ്റിക്വിറ്റിയിലും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഓരോ നഗരങ്ങളും ആർട്ടിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും കേന്ദ്രങ്ങളായിട്ട് മാറി. പിന്നെ റൂളേഴ്സിൻ്റെയും ക്ലർജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ആൻഷ്യൻ്റ് റോമിൽ ഉണ്ടായിരുന്ന പെയിൻറ്റിങ്സും മാനുസ്ക്രിപ്റ്റ്സും ആർക്കിടെക്ചറൽ റിമെയിൻസും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, കണ്ടുപിടിച്ച് ശേഖരിച്ച് പ്രിസർവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ റൂളേഴ്സിന് തന്നെ മനസ്സിലായി, എന്താ മനസ്സിലായത്, യുദ്ധങ്ങളേക്കാൾ ആൾക്കാരുടെ മനസ്സിനെ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്നത് എന്തിനായിരിക്കും, ആർട്ടിനും ലിറ്ററേച്ചറിനുമായിരിക്കുമെന്ന് ജനങ്ങളുടെ മനസ്സിനെ കൂടുതൽ സ്വാധീനിക്കാൻ ആർട്ടിനും ലിറ്ററേച്ചറിനും കഴിയും റദർ ദാൻ വാഴ്സിനേക്കാളും ആർട്ടിനും ലിറ്ററേച്ചറിനും കഴിയുമെന്ന് അന്നത്തെ റൂളേഴ്സിന് എന്ത് ചെയ്തു, മനസ്സിലായി. അതിനുശേഷം വെൽത്തി പാട്രൺസ്, സമ്പന്നരായ ആളുകൾ എന്ത് ചെയ്തു, അവരുടെ പാരിഷ് ചർച്ചസിനെ എന്ത് ചെയ്തു, ബ്യൂട്ടിഫൈ ചെയ്തു കുറച്ചുകൂടി ഒന്ന് മനോഹരമാക്കി. പിന്നെ മൊണാസ്ട്രീസിൻ്റെയും നണ്ണറീസിൻ്റെയും കത്തീഡ്രൽസിൻ്റെയും ഒക്കെ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. മനസ്സിലായോ? ഒന്നുമില്ല, നമ്മുടെ വെൽത്തി പാട്രൺ, സമ്പന്നരായിട്ടുള്ള കുറേ ആൾക്കാർ അവരുടെ പാരിഷ് ചർച്ചസിനെ എന്ത് ചെയ്തു, മനോഹരമാക്കി. പിന്നെ മൊണാസ്ട്രീസ്, സന്യാസി മഠങ്ങളും നണ്ണറീസ്, സന്യാസിനി മഠങ്ങളും കത്തീഡ്രലും ഒക്കെ നിർമ്മിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഇറ്റാലിയൻ നഗരങ്ങളായ ഫ്ലോറൻസ്, മിലൻ, റോം, വെനീസ്, അവിടെയൊക്കെ ആർട്സ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് കണ്ടിരുന്നത്, ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അവർ കണ്ടിരുന്നത്. ഓക്കെ, എന്താ സിവിക് റെസ്പോൺസിബിലിറ്റി? പൗരൻ്റെ ഒരു ധർമ്മം അഥവാ പൗരൻ്റെ കടമയാണ് ആർട്ടിനെയും ലിറ്ററേച്ചറിനെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ കടമയാണെന്ന് ഏത് നഗരത്തിലുള്ളവരാ, നമ്മുടെ ഇറ്റലിയിലെ സിറ്റീസായ ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് തുടങ്ങിയവരുടെ ജനങ്ങൾ എന്ത് ചെയ്തു, വിശ്വസിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഇൻ 1453 1453 നമ്മുടെ കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിളിനെ ആര് കീഴടക്കി? തുർക്കികൾ, ഓട്ടോമൻ തുർക്കികൾ എന്ത് ചെയ്തു, 1453 കീഴടക്കി. ഏതിനെയാണ്? കോൺസ്റ്റാന്റിനോപ്പിളിനെ. ഈ സിറ്റി എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് ഗ്രീക്കോ റോമൻ ലിറ്റററി വർക്ക്സിൻ്റെ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് സ്കോളേഴ്സിൻ്റെ സെൻ്ററായിരുന്നു. അതായത് ആൻഷ്യൻ്റ് ഗ്രീക്കോ റോമൻ, അതായത് പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളില്ലേ, അതിൻ്റെ മാനുസ്ക്രിപ്റ്റ്സ് അഥവാ കയ്യെഴുത്ത് പ്രതികൾ കയ്യിലുണ്ടായിരുന്ന ഒരു കൂട്ടം സ്കോളേഴ്സ്, പണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഈ സാമ്രാജ്യത്തിന് തുർക്കി സാമ്രാജ്യം കൈയടക്കിയത് കൊണ്ട് ഇവിടെ നിന്നുള്ള ഇവരെന്ത് ചെയ്തു, ഇറ്റാലിയൻ സിറ്റീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. ഈ സ്കോളേഴ്സ് ഇറ്റാലിയൻ സിറ്റീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. സോ ഇവരെങ്ങോട്ടാണ് പോയത്? പോയത് ഇറ്റലിയിലോട്ടാണ്. ഇവരുടെ പ്രത്യേകത എന്താ? ഇവരുടെ കയ്യിൽ ഒരുപാട് മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്. സോ ഇവരും വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. ഇവർ പോയപ്പോൾ ഇവരുടെ ഈ ഒരു മാനുസ്ക്രിപ്റ്റ്സിനെയും കൂടെ എന്ത് ചെയ്തു, കൊണ്ടുപോയി. ഇതിൻ്റെ ഫലമായിട്ട് റിസർച്ച് ആൻഡ് സ്റ്റഡീസ്, നമ്മുടെ റിസർച്ചും സ്റ്റഡീസും ഒക്കെ എങ്ങോട്ടും പോയി, ലൈബ്രറികളിലോട്ടും പോയി. ഗ്രന്ഥാലയങ്ങൾ അഥവാ ലൈബ്രറികളിലോട്ടും പോയി. ആദ്യകാലങ്ങളിൽ ഇത് യൂണിവേഴ്സിറ്റീസിൽ മാത്രമായിരുന്നു എന്തുണ്ടായിരുന്നത്, റിസർച്ചസും സ്റ്റഡീസും ഒക്കെ ഉണ്ടായിരുന്നത്.
പക്ഷേ ഇവരിവിടെ നിന്ന് കയ്യെഴുത്ത് പ്രതികളും ഒക്കെ ആയിട്ട് ഇറ്റലിയിലോട്ട് പോയതിന് ശേഷം ലൈബ്രറികളിലും കൂടാൻ തുടങ്ങി, റിസർച്ചസും സ്റ്റഡീസും ഒക്കെ കൂടാൻ തുടങ്ങി. അങ്ങനെ ഈ സമ്പത്തും അതുപോലെ തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം, രാഷ്ട്രീയ സ്വാതന്ത്ര്യമൊക്കെ കലാപരമായിട്ടുള്ള പുരോഗതി, ആർട്ടിസ്റ്റിക് ഇന്നൊവേഷനും അതുപോലെ തന്നെ കൾച്ചറൽ എക്സ്പെരിമെൻറ്റേഷൻ അഥവാ സാംസ്കാരികപരമായിട്ടുള്ള പരീക്ഷണങ്ങൾക്കൊക്കെ എന്ത് ചെയ്തു, വഴിതെളിച്ചു. അപ്പോൾ ഈ ഒരു സമ്പത്തും ഈ ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമൊക്കെ കലാപരമായിട്ടുള്ള പുരോഗതിക്കും സാംസ്കാരിക പരീക്ഷണങ്ങൾക്കൊക്കെ എന്ത് ചെയ്തു, വഴിതെളിച്ചു. ഇതിൻ്റെ ഫലം നോവൽ ഐഡിയാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോവൽ ഓർക്കരുത്, പുത്തൻ ആശയങ്ങൾ സാംസ്കാരിക മേഖലയിലും വൈജ്ഞാനിക മേഖലയിലും എന്ത് ചെയ്യാൻ തുടങ്ങി, ഉടലെടുത്ത് വരാനായിട്ട് തുടങ്ങി. ഏതെല്ലാം മേഖലയിൽ സ്പ്രെഡായി? കൾച്ചറൽ മേഖലയിലും ഇൻ്റലക്ച്വൽ മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്, 1453 കോൺസ്റ്റാന്റിനോപ്പിളിനെ ആര് കീഴടക്കി? ഓട്ടോമൻ തുർക്കികൾ കീഴടക്കി. അവിടെ ഉണ്ടായിരുന്ന സ്കോളേഴ്സ്, അവർക്ക് എന്തുണ്ടായിരുന്നു? ദ പൊസസ്ഡ് മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് ആൻഷ്യൻ്റ് ഗ്രീക്ക് റോമൻ ലിറ്റററി വർക്ക്സ് അല്ലേ. അവർ ആ ലിറ്റററി വർക്ക്സിൻ്റെ മാനുസ്ക്രിപ്റ്റുമായിട്ട് ഇറ്റാലിയൻ നഗരങ്ങളിലോട്ട് എന്ത് ചെയ്തു, മൈഗ്രേറ്റ് ചെയ്തു. അവർ പോയപ്പോൾ ആ മാനുസ്ക്രിപ്റ്റ്സിനെ കൂടെ കൊണ്ടുപോയി. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ മാത്രമായി നിന്നിരുന്ന ആ റിസർച്ചും സ്റ്റഡീസും ഒക്കെ ലൈബ്രറികളിലോട്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പ്രെഡ് ആവാൻ തുടങ്ങി. പിന്നെ ഈ വെൽത്തും പൊളിറ്റിക്കൽ ഫ്രീഡംസ് രണ്ടും കൂടെ ആയപ്പോഴത്തേക്കിനും കലാപരമായിട്ടുള്ള പുരോഗതിക്കും അതുപോലെ സാംസ്കാരിക പരീക്ഷണങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്തു, അതൊരു വേദിയൊരുക്കി. അങ്ങനെ കൾച്ചറൽ മേഖലയിലായാലും ഇൻ്റലക്ച്വൽ മേഖലയിലായാലും പുത്തൻ ആശയങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഉരുത്തിരിഞ്ഞു വന്നു. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന് നോക്കാൻ പോകുന്നത്. ബാക്കി നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഈ ചാനൽ ഷെയർ ചെയ്ത് മാക്സിമം വ്യൂ കൂട്ടാൻ നോക്കണേ. ബൈ.